സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ വീണ്ടും പരിശോധിക്കും. സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിൽ പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കിയ ചിത്രങ്ങൾ നിലവിൽ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് വിവരം. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ പ്രതികളുടെ ഫോണിൽ ഉണ്ടായിരുന്നു എന്ന സംബന്ധിച്ച സൂചനകൾ ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെ പോലീസിന് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? മാത്രമല്ല, സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഒന്നായി മാറും. തീർച്ചയായും പിരിൽ ഇത്തരത്തിൽ മർദ്ദനം നടന്ന സമയത്ത് ഹോസ്റ്റലിലുണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികൾ ഈ ഒരു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ അന്വേഷണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഈ ഒരു വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നത്. സ്വാഭാവികമായും ഇന്ന് ആ നിലയിലുള്ള ഒരു അന്വേഷണം തുടരുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാഥമിക തെളിവെടുപ്പൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേസിലെ മുഖ്യപ്രതിയായ സിൻജോ ജോൺസനെ ഈ ഒരു മേഖലയിൽ എത്തിച്ചുകൊണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവെടുപ്പ് നടത്തിയത്. ആ ഒരു സമയത്തായിരുന്നു കേസിൽ ഏറ്റവും നിർണായകമായ ഈ ഒരു വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്ലോ ഗണ്ണിന്റെ കേബിൾ വയറുകൾ കണ്ടെത്തിയിരുന്നത്. തൊട്ടു പിന്നാലെയുള്ള ദിവസം ഇത്തരത്തിൽ ആകാശിനെയും രഹാൻ ബിനായും ഇരു മേഖലയിലെത്തി തെളിവ് ശേഖരണം നടത്തിയിരുന്നു. സ്വാഭാവികമായും നിലവിൽ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിലവിൽ പ്രതികളെ ഒന്നും തന്നെ തെളിവെടുപ്പിനായി ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല. ഇനി ഇത്തരമൊരു നടപടി, അതായത് ഡീനെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പോലീസ് അന്വേഷണത്തിൽ ഇവർ ഭാഗമാകുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ആ നിലയിൽ കുടുംബം ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമുക്ക് മുന്നിലുണ്ട്. കാരണം കൃത്യമായ ഒരു അനാസ്ഥ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ആ നിലയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഡിജിറ്റൽ തെളിവ് ശേഖരണം തന്നെയാണ് ഈ ഒരു അന്വേഷണത്തിൽ ഏറ്റവും നിർണായകം. കാരണം ആ ഒരു മർദ്ദന സമയത്ത് വിദ്യാർത്ഥികൾ 130ഓളം വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രതികൾ തന്നെ മൊഴി നൽകിയിരുന്നത്. പിന്നീട് കോളേജിന്റെ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ അന്വേഷണത്തിലും അത് കണ്ടെത്തിയിരുന്നു. ആ വിദ്യാർത്ഥികളൊക്കെ തന്നെ ആ നിലയിൽ ഈ സിദ്ധാർത്ഥൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടുള്ള വിശദാംശങ്ങളും കൈമാറിയിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിലാരെങ്കിലും ഇത്തരത്തിൽ വീഡിയോ ഫോട്ടോ ചിത്രീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ അത്തരമൊരു തെളിവ് പോലീസിന് ലഭിക്കുകയാണെങ്കിൽ കൊലക്കുറ്റം ചുമത്താനുള്ള നീക്കത്തിനുൾപ്പെടെ അത് വലിയ പ്രയോജനകരമായിരിക്കുമെന്നൊരു വിലയിരുത്തലും പോലീസിന് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പോലീസ് വീണ്ടും വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെളിവെടുപ്പ് നാളെ ആയിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും കോളേജ് അടച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷ സംഘടനകൾ ആ നിലയിലുള്ള പ്രതിഷേധ സ്വഭാവം ആ നിലയിൽ മാറ്റിയിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ KSU MSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വീണ്ടും പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തിയെന്നും ഉണ്ടാകുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ബിനിൽ.